അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഭീകരമായ ഇരുളിൽ മാർഗമറിയാതെ പകച്ചുനിന്ന ഇറാഖ്. അവിടെ ഒരു കൊച്ചുകുടിലിൽ സന്മാർഗത്തിന്റെ തേര് തെളിക്കാനായി ഒരു കുഞ്ഞു പിറന്നു. ആസറിന്റെ പുത്രൻ ഇബ്രാഹിം. ഇരുളിന്റെ പാതകൾ താണ്ടി പാടെ വലഞ്ഞു നശിച്ച സമൂഹം നമ്രൂദിൻ ദീനും പേറി ആകെ തകർന്നല്ലോ. അവരിൽ ഇബ്രാഹിം എന്നൊരു കുഞ്ഞിൻ പിറവി നടന്നല്ലോ. ഇരുളിന്റെ പാതകൾ താണ്ടി പാടെ വലഞ്ഞു നശിച്ച സമൂഹം നമ്രൂദിൻ ദീനും പേറി ആകെ തകർന്നല്ലോ. അവരിൽ ഇബ്രാഹിം എന്നൊരു കുഞ്ഞിൻ പിറവി നടന്നല്ലോ. ബിംബങ്ങൾ ഏറെ നിറഞ്ഞൊരു ആസറിൻ വീട്ടിൽ കുഞ്ഞു പിറന്നു. ബിംബങ്ങൾ ഏറെ നിറഞ്ഞൊരു ആസറിൻ വീട്ടിൽ കുഞ്ഞു പിറന്നു. എമ്പാടും പൂജകൾ താതൻ ചെയ്തത് കണ്ടല്ലോ. ഒടുവിൽ അവയെല്ലാം വ്യാജമതെന്ന സത്യമറിഞ്ഞല്ലോ. ഇരുളിന്റെ പാതകൾ താണ്ടി പാടെ വലഞ്ഞു നശിച്ച സമൂഹം നമ്രൂദിൻ ദീനും പേറി ആകെ തകർന്നല്ലോ. അവരിൽ ഇബ്രാഹിം എന്നൊരു കുഞ്ഞ് പിറവി നടന്നല്ലോ. കൊള്ളാത്തീ കളി മണ്ണിനെന്തിനങ്ങു വണങ്ങൂ. ഒന്നിനും കൊള്ളാത്തീ കളി മണ്ണിനെന്തിനങ്ങു വണങ്ങൂ എന്നുള്ള ചോദ്യം കേട്ട് കലിയിളകിയിടുന്നു. വേഗം എന്നെയും വിട്ട് നീ പോവുക എന്നു ശപിക്കുന്നു. ഇരുളിന്റെ പാതകൾ താണ്ടി പാടെ വലഞ്ഞു നശിച്ച സമൂഹം നമ്രൂദിൻ ദീനും പേറി ആകെ തകർന്നല്ലോ. അവരിൽ ഇബ്രാഹിം എന്നൊരു കുഞ്ഞ് പിറവി നടന്നല്ലോ. ഇരുളിന്റെ പാതകൾ താണ്ടി പാടെ വലഞ്ഞു നശിച്ച സമൂഹം നമ്രൂദിൻ ദീനും പേറി ആകെ തകർന്നല്ലോ. അവരിൽ ഇബ്രാഹിം എന്നൊരു കുഞ്ഞ് പിറവി നടന്നല്ലോ. കളിമണ്ണിൽ നിന്ന് വിഗ്രഹങ്ങൾ പടച്ചുണ്ടാക്കി ദൈവമെന്ന് പേരിട്ട് പൂജകൾ ചെയ്തുകൊണ്ടിരുന്ന പിതാവും ജനങ്ങളും ഒരു ഭാഗത്ത്, നക്ഷത്രങ്ങളെയും ചന്ദ്രനെയുമെല്ലാം പൂജിക്കുന്നവർ വേറെ. ഇബ്രാഹിമിന്റെ മനസ്സ് അസ്വസ്ഥമാവുകയായിരുന്നു. ആകാശ നീലിമയിൽ താരങ്ങൾ കൺതുറന്ന് മിന്നാമീനുങ്ങുകൾ പോലെ അത് കണ്ട് കണ്ണടച്ച് ഇരു കൈകൾ കൂപ്പി നിന്നു
അവയോട് തേടുകയാണേ. ആകാശ നീലിമയിൽ താരങ്ങൾ കൺതുറന്ന് മിന്നാമീനുങ്ങുകൾ പോലെ. അത് കണ്ട് കണ്ണടച്ച് ഇരുകൈകൾ കൂപ്പി നിന്നു അവയോട് തേടുകയാണേ. നൊമ്പരങ്ങൾ തുണ തേടി ഞങ്ങൾ വരുന്നു. തനിയില്ല ഞങ്ങളിൽ കാരുണ്യ വർഷമാരിക്കെന്നും നിങ്ങൾ ചൊരിക്കൂ. തനിയില്ല ഞങ്ങളിൽ കാരുണ്യ വർഷമാരി എന്നെന്നും നിങ്ങൾ ചൊരിക്കൂ. ആകാശ നീലിമയിൽ താരങ്ങൾ കൺതുറന്ന് മിന്നാമീനുങ്ങുകൾ പോലെ. അത് കണ്ട് കണ്ണടച്ച് ഇരുകൈകൾ കൂപ്പി നിന്നു അവയോട് തേടുകയാണേ. പൗർണമി വന്നുയർന്നു അപ്പോഴും കൽബ് തുറന്നു. എല്ലാം പടച്ച റബ്ബിൻ പടപ്പാണിവകളെന്ന പൊരുളിന്റെ പൊരുള് മറന്നു. എല്ലാം പടച്ച റബ്ബിൻ പടപ്പാണിവകളെന്ന പൊരുളിന്റെ പൊരുള് മറന്നു. ആകാശ നീലിമയിൽ താരങ്ങൾ കൺതുറന്ന് മിന്നാമീനുങ്ങുകൾ പോലെ. അത് കണ്ട് കണ്ണടച്ച് ഇരുകൈകൾ കൂപ്പി നിന്നു അവയോട് തേടുകയാണേ. ആകാശ നീലിമയിൽ താരങ്ങൾ കൺതുറന്ന് മിന്നാമീനുങ്ങുകൾ പോലെ. അത് കണ്ട് കണ്ണടച്ച് ഇരുകൈകൾ കൂപ്പി നിന്നു അവയോട് തേടുകയാണേ. പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്ന പ്രബോധനം അദ്ദേഹം സ്നേഹപൂർവ്വം ആരംഭിച്ചു. മനസ്സിനൊമ്പരം ചൊല്ലുവാൻ ഞാൻ വന്നു ചേരണ നേരമിൽ മറഞ്ഞു പോവുകയാണിതയ്യോ ഇവ ഇതെങ്ങിനെ ദൈവമായി. മനസ്സിനൊമ്പരം ചൊല്ലുവാൻ ഞാൻ വന്നു ചേരണ നേരമിൽ മറഞ്ഞു പോവുകയാണിതയ്യോ ഇവ ഇതെങ്ങിനെ ദൈവമായി. കാണുവാനായി ഞാൻ കൊതിക്കണ നേരമധികവും പാരിതിൽ ഇല്ല എങ്കിൽ പിന്നെ ആരും എന്റെ സങ്കടം കേൾക്കുവാൻ. അല്ല കൂട്ടരെ ദൈവമല്ലിതു ദൈവം സർവവ്യാപിയായി എങ്ങും എവിടെയുമുണ്ട് നമ്മുടെ ഏതു കാര്യവും നോക്കുവാൻ. മനസ്സിൽ നൊമ്പരം ചൊല്ലുവാൻ ഞാൻ വന്നു ചേരണ നേരമിൽ മറഞ്ഞു പോവുകയാണിതയ്യോ ഇവ ഇതെങ്ങിനെ ദൈവമായി. മനസ്സിൽ നൊമ്പരം ചൊല്ലുവാൻ ഞാൻ വന്നു ചേരണ നേരമിൽ മറഞ്ഞു പോവുകയാണിതയ്യോ ഇവ ഇതെങ്ങിനെ ദൈവമായി. ഈ വിഗ്രഹങ്ങൾക്ക് കാണാനോ കേൾക്കാനോ കഴിയുമോ? അദ്ദേഹം അവരോട് ചോദിച്ചു. അവർക്ക് മൗനം. നിങ്ങൾക്ക് വല്ല ഉപകാരമോ ഉപദ്രവമോ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുമോ? അപ്പോഴും അവർ മറുപടി പറഞ്ഞില്ല.
നിങ്ങൾ പ്രാർത്ഥിച്ചാൽ കേൾക്കാത്ത, നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ചെയ്യാൻ കഴിയാത്ത ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ എന്തു ന്യായമാണ് നിങ്ങൾക്കുള്ളത്? അപ്പോഴവർ പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാരൊക്കെ ഇവയെ ആരാധിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവരുടെ ബുദ്ധിശൂന്യതയിൽ അദ്ദേഹത്തിന് സഹതാപം തോന്നി. ആത്മരക്ഷയ്ക്ക് പോലും കഴിവില്ലാത്ത ഇത്തരം വസ്തുക്കളെ പൂജിക്കുന്നതിലുള്ള അർത്ഥശൂന്യത അവരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ. ആഗ്രഹിച്ചിരിക്കെ നല്ലൊരു അവസരം അദ്ദേഹത്തിന് ലഭിച്ചു. കോവിലിലെ ഉത്സവം. പാട്ടിന് കൂത്തിന് കൂട്ടത്തിൽ നീ വേണം, നിന്റെ ആട്ടങ്ങൾ ചാട്ടങ്ങൾ കണ്ട് രസിച്ചിടണം. കോവിലിൽ പൊടിപൂരം, ഇന്ന് ഉത്സവ കൊടിയേറ്റം. അത് കേട്ടിട്ടും കണ്ടിട്ടും മാറ്റങ്ങൾ വന്നിട്ട് പാട്ടിന് കൂത്തിന് കൂട്ടത്തിൽ നീ വേണം, പിന്നെ ആട്ടങ്ങൾ ചാട്ടങ്ങൾ കണ്ട് രസിച്ചിടണം. ചട്ടം അത് മാറ്റിടൽ വലിയൊരു കുറ്റം, അത് ചെയ്തത് പാടില്ല. നാം പൂജകൾ ചെയ്യും നേരം അവർ നമ്മുടെ രക്ഷകരല്ലേ, ഇത് മറക്കുക പാടില്ല. ഒന്ന് പോന്നോ ഇബ്രാഹീമേ, നിന്റെ രോഗം മാറിടും താനേ. ഇന്ന് പുണ്യം ഏറെയാണ്, വന്നില്ലെങ്കിൽ ഖേദവുമാണ്. കോവിലിൽ പൊടിപൂരം, ഇന്ന് ഉത്സവ കൊടിയേറ്റം. അത് കേട്ടിട്ടും കണ്ടിട്ടും മാറ്റങ്ങൾ വന്നിടണം. പാട്ടിന് കൂത്തിന് കൂട്ടത്തിൽ നീ വേണം, പിന്നെ ആട്ടങ്ങൾ ചാട്ടങ്ങൾ കണ്ട് രസിച്ചിടണം. കോവിലിൽ പൊടിപൂരം, ഇന്ന് ഉത്സവ കൊടിയേറ്റം. അത് കേട്ടിട്ടും കണ്ടിട്ടും മാറ്റങ്ങൾ വന്നിട്ട് പാട്ടിന് കൂത്തിന് കൂട്ടത്തിൽ നീ വേണം. പിന്നെ ആട്ടങ്ങൾ ചാട്ടങ്ങൾ കണ്ട് രസിച്ചിടണം. ഉത്സവം കാണുവാനുള്ള ക്ഷണം ഇബ്രാഹിം അലൈഹിസ്സലാം മനഃപൂർവ്വം നിരസിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിലപ്പോൾ മറ്റൊരു ചിന്തയായിരുന്നു. ഒരു മഴുവെടുത്ത് അദ്ദേഹം നേരെ കോവിലിലേക്ക് ചെന്നു. ജഹാലത്തിന്റെ പൂജ കണ്ട് രോഷനായി ഖലീലത, വലാലത്തിന്റെ മൂർത്തികൾക്ക് നേരെയാഞ്ഞടിച്ചത. ഇലാഹിനോട് പങ്കു ചേർത്ത സകല ബിംബവും മത, തലയൊടിഞ്ഞ് കാലൊടിഞ്ഞ് തുണ്ടമായി തീർന്നിതാ. ജഹാലത്തിന്റെ പൂജ കണ്ട് രോഷനായി ഖലീലത, വലാലത്തിന്റെ മൂർത്തികൾക്ക് നേരെയാഞ്ഞടിച്ചത. ഇലാഹിനോട് പങ്കു ചേർത്ത സകല ബിംബവും മത, തലയൊടിഞ്ഞ് കാലൊടിഞ്ഞ് തുണ്ടമായി തീർന്നിതാ. സ്വന്തമായി പോലും രക്ഷ ചെയ്തിടാത്തതിൻ കഥ, എന്തഹോ ജനങ്ങൾ ചിന്ത ചെയ്തിടാത്തതിൻ്റെ ഭക്തിയോട് ജനത ചെയ്യും പൂജകൾ തൻ വ്യർത്ഥത, ബോധ്യമായി തീർന്നുവെങ്കിൽ ഏറെയാൾ കൃതാർത്ഥത. ഈ വിധത്തിൽ ചിന്തയോടെ മഴുവെടുത്തു കൊണ്ടതാ, വലിയതിന്റെ ചുമല് ചാത്തി മെല്ലെ നീടുന്നതാ. ജഹാലത്തിന്റെ പൂജ കണ്ട് രോഷനായി ഖലീലത, ജലാലത്തിന്റെ മൂർത്തികൾക്ക് നേരെയാഞ്ഞടിച്ചതാ. ഇലാഹിനോട് പങ്കു ചേർത്ത സകല ബിംബവും മത, തലയൊടിഞ്ഞ് കാലൊടിഞ്ഞ് തുണ്ടമായി തീർന്നിത. ജഹാലത്തിന്റെ പൂജ കണ്ട് രോഷനായി ഖലീലത, ജലാലത്തിന്റെ മൂർത്തികൾ
ഉത്സവം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ജനങ്ങൾ ആ കാഴ്ച കണ്ട് അമ്പരന്നു. പിന്നീട് ഇബ്രാഹിമിനെ പിടിച്ചുകൊണ്ടുവരുവാനുള്ള നെട്ടോട്ടമായിരുന്നു. തിരിച്ചു വന്നവർ തരിച്ചു നിന്നതിനകത്തു ചെന്നപ്പോൾ ഉടനടി ജ്വലിച്ചു കോപവുമായി പ്രിയ ദൈവം തകർന്ന ഖേദവുമായി. തിരിച്ചു വന്നവർ തരിച്ചു നിന്നതിനകത്തു ചെന്നപ്പോൾ ഉടനടി ജ്വലിച്ചു കോപവുമായി പ്രിയ ദൈവം തകർന്ന ഖേദവുമായി. ഉറച്ചു പറഞ്ഞവർ പിടിച്ചു വരണം അടിച്ചുടച്ചവനെ. അവൻ ഇബ്രാഹിം തന്നെ പലകുറി ദുഷിച്ചവൻ നമ്മെ. ഉറച്ചു പറഞ്ഞവർ പിടിച്ചു വരണം അടിച്ചുടച്ചവനെ. അവൻ ഇബ്രാഹിം തന്നെ പലകുറി ദുഷിച്ചവൻ നമ്മെ. കടുത്ത ശിക്ഷകൾ ലഭിച്ചു കൊണ്ടവൻ ധരിച്ചിരിക്കണം. നമ്മെ ദുഷിച്ചതിൻ ദുരിതഫലങ്ങൾ എന്നും ഓർക്കണം. തിരിച്ചു വന്നവർ തരിച്ചു നിന്നതിനകത്തു ചെന്നപ്പോൾ ഉടനടി ജ്വലിച്ചു കോപവുമായി പ്രിയ ദൈവം തകർന്ന ഖേദവുമായി. അവന്റെ ചെയ്തികൾ ഒരിക്കലും നാം പൊറുക്ക പാടില്ല. ഇനിയും തുടർന്നു പോകില്ല, കോപം പറഞ്ഞു തീർന്നില്ല. അവന്റെ ചെയ്തികൾ ഒരിക്കലും നാം പൊറുക്ക പാടില്ല. ഇനിയും തുടർന്നു പോകില്ല, കോപം പറഞ്ഞു തീർന്നില്ല. ഉദിച്ചു തൽക്ഷണം ക്ഷമിച്ചു നിൽക്കാൻ കഴിഞ്ഞതില്ലാതെ അവരങ്ങും മരിച്ചു തേടുന്നേ, നബിയോരെ പിടിച്ചിറക്കുന്നേ. തിരിച്ചു വന്നവർ തരിച്ചു നിന്നതിനകത്തു ചെന്നപ്പോൾ ഉടനടി ജ്വലിച്ചു കോപവുമായി പ്രിയ ദൈവം തകർന്ന ഖേദവുമായി. തിരിച്ചു വന്നവർ തരിച്ചു നിന്നതിനകത്തു ചെന്നപ്പോൾ ഉടനടി ജ്വലിച്ചു കോപവുമായി പ്രിയ ദൈവം തകർന്ന ഖേദവുമായി. എടോ ഇബ്രാഹിമേ, നീയാണോ ഞങ്ങളുടെ ഇലാഹുകളെ മുഴുവൻ തച്ചു തകർത്തത്? ചോദ്യം കേട്ടപ്പോൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ സംഭവിക്കുന്നല്ലോ എന്ന് മനസ്സിലാക്കി ഇബ്രാഹിം അലൈഹിസ്സലാം അവരുടെ ചിന്തകളെ തട്ടിയുണർത്തി. എന്തിനാണ് എന്റെ നേരെ കലിയിളകി ചീറ്റണേ? അവരിൽ വലിയോൻ മഴുവുമായി അവിടെയല്ലേ നിൽക്കണേ? എന്തിനാണ് എന്റെ നേരെ കലിയിളകി ചീറ്റണേ? അവരിൽ വലിയോൻ മഴുവുമായി അവിടെയല്ലേ നിൽക്കണേ?
ആര് ചെയ്തീരെന്ന കാര്യം അവന് നന്നായി അറിയണേ. ഒന്ന് ചോദിച്ചോളു നിങ്ങൾ, എന്നെ എന്തിന് കാക്കണേ? അവനവന്റെ തടി തടുക്കാൻ പോലും കഴിയാതാവണേ. അതിന്റെ മുമ്പിൽ പോയി നിങ്ങൾ സങ്കടങ്ങൾ ചൊല്ലണേ. എന്തിനാണ് എന്റെ നേരെ കലിയിളകി ചീറ്റണേ? അവരിൽ വലിയോൻ മഴുവുമായി അവിടെയല്ലേ നിൽക്കണേ. എന്തുമാത്രം ബുദ്ധിശൂന്യത നിങ്ങളിങ്ങനെ കാട്ടണേ. ചിന്ത ചെയ്യുവാൻ നിങ്ങളിന്ന് ഏറെയും മാടിക്കണേ. ഇവകളൊന്നും പൂജരല്ല എന്നതും മറക്കണേ. ഏകനാഥൻ ഇവയെ പൂജ ചെയ്വത് വിലക്കണേ. എന്തിനാണ് എന്റെ നേരെ കലിയിളകി ചീറ്റണേ? അവരിൽ വലിയോൻ മഴുവുമായി അവിടെയല്ലേ നിൽക്കണേ. എന്തിനാണ് എന്റെ നേരെ കലിയിളകി ചീറ്റണേ? അവരിൽ വലിയോൻ മഴുവുമായി അവിടെയല്ലേ നിൽക്കണേ. ശരിയല്ലേ ഇബ്രാഹിം പറയുന്നത്? നമ്മളെ സഹായിക്കാനായി വിളിച്ചു തേടുന്നവർക്ക് അവരെ പോലും രക്ഷിക്കുവാൻ സാധിച്ചില്ലല്ലോ. പക്ഷേ ആ ചിന്ത ഒരു നിമിഷം മാത്രം. ഇബ്രാഹിം പറഞ്ഞ സത്യം അംഗീകരിക്കുവാൻ അവരുടെ അഹന്ത സമ്മതിച്ചില്ല. പകരം അവർ ആർത്തു വിളിച്ചു, ഇബ്രാഹിമിനെ ചുട്ടുകരിക്കുക. അവർ പാപിദ്രോഹി എന്നുരച്ചു ഇബ്രാഹിമിനൊരുക്കി ഭീമനരകം. അവരാടിയും പാടി വന്നിടുന്നു, അതിലേക്കായെറിഞ്ഞിടുന്നു. എന്തു ക്രൂരം! അവർ പാപിദ്രോഹി എന്നുരച്ചു ഇബ്രാഹിമിനൊരുക്കി ഭീമനരകം. യാതൊരു ഭീതിയും തോന്നിയില്ല, യാതനയേറെ കഴിഞ്ഞതല്ലോ. യാതൊരു ഭീതിയും തോന്നിയില്ല, യാതനയേറെ കഴിഞ്ഞതല്ലോ. ഏകനമല്ല കാവലല്ലോ, ഏതു വിപത്തിലും തുണയല്ലോ എന്ന ബോധം കൽബിൽ വളർന്നുവല്ലോ. അതിനാലേ ക്ഷമാശീലനായി പുണ്യദൂതൻ. അവർ പാപിദ്രോഹി എന്നുരച്ചു ഇബ്രാഹിമിനൊരുക്കി ഭീമനരകം. ആകെയും കരിക്കുന്ന തീമാരി, അതു തിരുദൂതരിൽ കുളിർമാരി. ആകെയും കരിക്കുന്ന
എന്നുരച്ചു ഇബ്രാഹീമിന്നൊരുക്കി ഭീമനരകം. അവരാടിയും പാടി വന്നിടുന്നു, അതിലേക്കായെറിഞ്ഞിടുന്നു, എന്ത് ക്രൂരം. അവർ പാപി ദ്രോഹി എന്നുരച്ചു ഇബ്രാഹീമിന്നൊരുക്കി ഭീമനരകം. അക്ഷരാർത്ഥത്തിലുള്ള ആ അഗ്നി പരീക്ഷണത്തിൽ ഇബ്രാഹിം ജയിച്ചു. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഏത് വിഷമവും ക്ഷമയോടെ നേരിടുന്നതിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ സന്തോഷം. പിന്നെ എന്തിന് നിരാശ? എങ്കിലും ആ വൃദ്ധ മനസ്സിൽ ഒരു നൊമ്പരം എപ്പോഴും നിറഞ്ഞു നിന്നു. ലാളിക്കാനും ഓമനിക്കാനും തന്റെ ദൗത്യം ഏറ്റെടുക്കാനും പറ്റിയ ഒരു കുഞ്ഞ് ഇതുവരെയും തനിക്കുണ്ടായില്ലല്ലോ. ഹൃദയവ്യഥകൾ പ്രിയപ്പെട്ട റബ്ബിന്റെ മുമ്പിൽ അദ്ദേഹം തുറന്നുവെച്ചു. എൻ മാനസം സദാസമയം നീറുകയാണേ, ഒരു കുഞ്ഞിനായി എന്റെ ഉള്ളം കേഴുകയാണേ. എൻ വേദനായി അറിഞ്ഞിടുന്നോ നീ സുബ്ഹാനേ, നീ എന്റെ കൽബിനാഗ്രഹങ്ങൾ തീർത്തു തരണേ. എൻ മാനസം സദാസമയം നീറുകയാണേ, ഒരു കുഞ്ഞിനായി എന്റെ ഉള്ളം കേഴുകയാണേ. ആരാരുമില്ല എന്റെ ദൗത്യമേറ്റെടുക്കാനേ, അതിനായി നൽകിയാലും ഒരു നല്ല കുഞ്ഞിനെ. ആരാരുമില്ല എന്റെ ദൗത്യമേറ്റെടുക്കാനേ, അതിനായി നൽകിയാലും ഒരു നല്ല കുഞ്ഞിനെ. അതിരറ്റതയാ വത്സലനാം നീ റഹ്മാനേ, അതിരറ്റതയാ വത്സലനാം നീ റഹ്മാനേ. അതിനാലെ എനിക്കേകിയാലും നീ ജവാബിനെ. എൻ മാനസം സദാസമയം നീറുകയാണേ, ഒരു കുഞ്ഞിനായി എന്റെ ഉള്ളം കേഴുകയാണേ. ഒരു നോക്കെനിക്ക് കാണുവാനുണ്ടേറെയും കൊതി, അരുമക്കിടാവിൻ പൂമുഖത്ത് വിടരും പുഞ്ചിരി. ഒരു നോക്കെനിക്ക് കാണുവാനുണ്ടേറെയും കൊതി, അരുമക്കിടാവിൻ പൂമുഖത്ത് വിടരും പുഞ്ചിരി. ഒരുപാട് ഉമ്മ നൽകിയവനെ പോറ്റിടുവാനേ, ഒരുപാട് ഉമ്മ നൽകിയവനെ പോറ്റിടുവാനേ. അതിനാലെയുള്ള മോദം നീ എനിക്ക് നൽകണേ. എൻ മാനസം സദാസമയം നീറുകയാണേ, ഒരു കുഞ്ഞിനായി എന്റെ ഉള്ളം കേഴുകയാണേ. എൻ വേദനായി അറിഞ്ഞിടുന്നോ നീ സുബ്ഹാനേ, നീ എന്റെ കൽബിനാഗ്രഹങ്ങൾ തീർത്തു തരണേ. എൻ മാനസം സദാസമയം നീറുകയാണേ, ഒരു കുഞ്ഞിനായി എന്റെ ഉള്ളം കേഴുകയാണേ. ആ പ്രാർത്ഥനയുടെ സാഫല്യമായിരുന്നു ഇസ്മായിൽ. പക്ഷേ കുഞ്ഞിനോടുള്ള വാത്സല്യം അള്ളാഹുവിനോടുള്ള ബാധ്യത നിറവേറ്റുന്നതിന് തടസ്സമായേക്കുമോ? ഒരിക്കലും പാടില്ല. ലോകത്തിന് മുഴുവൻ മാർഗദർശിയാകേണ്ട പ്രവാചകൻ ക്ഷണിക ബന്ധങ്ങളുടെ ബന്ധനത്തിൽ നിമഗ്നനായിക്കൂടാ. അതിനൊരു മാതൃക ഇബ്രാഹിം തന്നെയാവട്ടെ. ഇസ്മായിലിനെയും ഉമ്മയെയും വിജനമായ മരുഭൂമിയിൽ വിട്ടേച്ചു പോരുമ്പോൾ ആ വൃദ്ധ നയനങ്ങൾ നിറഞ്ഞു തുളുമ്പി. ഗദ്ഗദത്തോടെ അദ്ദേഹം പ്രാർത്ഥിച്ചു. മരുഭൂവിൽ ഞാനിന്നൻ കുഞ്ഞിനെ വിട്ട് പോരുന്നേ, അരികിലായും മേയും നീയും മാത്രമൻ സുബ്ഹാനേ. ഒരു തുള്ളി ദാഹനീർ പോലും കാണാത്തൊരിടമാണ്
പരിശുദ്ധമാം ഭവനം ഉയരാനുള്ളൊരു സ്ഥലമാണ്. മരുഭൂവിൽ ഞാൻ ഇന്നൻ കുഞ്ഞിനെ വിട്ട് പോരുന്നേ. അരികിലായും മേയും നീയും മാത്രമൻ സുബ്ഹാനേ. പറഞ്ഞാലും തീരാത്ത പരിതാപം കൽവിൽ നിറയുന്നേ. എന്നാലും ഞാൻ നിന്റെ ശാസന പോലെ ചെയ്യുന്നേ. പറഞ്ഞാലും തീരാത്ത പരിതാപം കൽവിൽ നിറയുന്നേ. എന്നാലും ഞാൻ നിന്റെ ശാസന പോലെ ചെയ്യുന്നേ. അല്ലാമേ നീയല്ലേ എന്നുമാർക്കുമേ തുണ നൽകാൻ ചൊല്ലുന്നു ഞാൻ അവരിൽ നിന്റെ കാരുണ്യം ചൊരിയാനാ. മരുഭൂവിൽ ഞാൻ ഇന്നൻ കുഞ്ഞിനെ വിട്ട് പോരുന്നേ. അരികിലായും മേയും നീയും മാത്രമൻ സുബ്ഹാനേ. ജനവാസമേകിയ മണ്ണിൽ ജീവൻ നീ തന്നാലും നാനാപഴങ്ങളും ധാന്യങ്ങൾ നൽകി തുണച്ചാലും ജനവാസമേകിയ മണ്ണിൽ ജീവൻ നീ തന്നാലും നാനാപഴങ്ങളും ധാന്യങ്ങൾ നൽകി തുണച്ചാലും നിന്നെ നമിക്കുന്ന ഒരു സംഘം അവിടെ വളരണം. മന്നാനെ നീയേകും തൗഫീഖാണതിന്നാധാരം. മരുഭൂവിൽ ഞാൻ ഇന്നൻ കുഞ്ഞിനെ വിട്ട് പോരുന്നേ. അരികിലായും മേയും നീയും മാത്രമൻ സുബ്ഹാനേ. ഒരു തുള്ളി ദാഹനീർ പോലും കാണാത്തൊരിടമാണ്. പരിശുദ്ധമാം ഭവനം ഉയരാനുള്ളൊരു സ്ഥലമാണ്. മരുഭൂവിൽ ഞാൻ ഇന്നൻ കുഞ്ഞിനെ വിട്ട് പോരുന്നേ. അരികിലായും മേയും നീയും മാത്രമൻ സുബ്ഹാനേ. വിജനമായ ആ മരുഭൂമിയിൽ ഒരൊറ്റ ദാഹജലം പോലും കിട്ടാതെ ആ കുരുന്നു പൈതൽ വാവിട്ട് കരഞ്ഞു. അരുമക്കുഞ്ഞിൻ ചുണ്ടുകൾക്ക് പകരുവാനായൽപ്പം ദാഹജലവും തേടി ഹാജറ ബീവിയോടുകയായി. സഫാ കുന്നിൻ മുകളിൽ കയറി കണ്ണുകൾ ചുറ്റും മുഴറി. അവിടെയെങ്ങും കണ്ടതില്ല ഇൻസിൻ കൈത്തിരിനാളം. അരുമക്കുഞ്ഞിൻ ചുണ്ടുകൾക്ക് പകരുവാനായൽപ്പം ദാഹ
ദാഹജലവും തേടി ഹാജറ ബീവിയോടുകയായി. കുഞ്ഞിനരികെ ചെന്ന നേരം കരകവിഞ്ഞു കഥനഭാരം. കുഞ്ഞിനരികെ ചെന്ന നേരം കരകവിഞ്ഞു കഥനഭാരം. മെല്ലെ മെല്ലെ നേർത്തു വന്ന പൈതലിൻ സ്വരം കേട്ടോ. തളർന്നു വീണു ഹാജറാബി അവിടെയന്നേരം. അരുമക്കുഞ്ഞിൻ ചുണ്ടുകൾക്ക് പകരുവാനായൽപ്പം ദാഹജലവും തേടി ഹാജറ ബീവിയോടുകയായി. കുഞ്ഞിൻ വിതുമ്പൽ കാതിലെത്തി, ഓടി മറവ കുന്നിലെത്തി. കുഞ്ഞിൻ വിതുമ്പൽ കാതിലെത്തി, ഓടി മറവ കുന്നിലെത്തി. നാലുപാടും നോക്കി തേങ്ങി കരഞ്ഞ നേരം കേട്ടോ. കുഞ്ഞിനരികെ ചെന്നു ചേരുക എന്നൊരശരീരി. അരുമക്കുഞ്ഞിൻ ചുണ്ടുകൾക്ക് പകരുവാനായൽപ്പം ദാഹജലവും തേടി ഹാജറ ബീവിയോടുകയായി. സഫാ കുന്നിൻ മുകളിൽ കയറി കണ്ണുകൾ ചുറ്റും മുഴറി. അവിടെയെങ്ങും കണ്ടതില്ല ഇൻസിൻ കൈത്തിരിനാളം. അരുമക്കുഞ്ഞിൻ ചുണ്ടുകൾക്ക് പകരുവാനായൽപ്പം ദാഹജലവും തേടി ഹാജറ ബീവിയോടുകയായി. അശരീരി കേട്ട് കുഞ്ഞിനടുത്തെത്തിയപ്പോൾ ഹാജറ കണ്ടത് അണമുറിയാത്ത ജലപ്രവാഹം. 4 ഭാഗത്തേക്കും വഴിഞ്ഞൊഴുകിയ നേർച്ചാലുകൾ തടഞ്ഞു നിർത്തിക്കൊണ്ട് അവർ പറഞ്ഞു, സംസം. യുഗങ്ങളുടെ ആത്മദാഹം തീർത്ത വറ്റാത്ത നീരുറവ. ഇബ്രാഹീമിന്റെ പ്രാർത്ഥനയുടെ പ്രഥമ സാഫല്യം. ആ പരീക്ഷണത്തിലും വിജയിച്ച ഇബ്രാഹീമിനെ വളരെ വലിയ മറ്റൊരു പരീക്ഷണത്തിന് സന്നദ്ധനാക്കുകയായിരുന്നു അള്ളാഹു. അതെ, പ്രിയപ്പെട്ട മകനെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുക. മറ്റെന്തിലുമുപരി അള്ളാഹുവിനെ സ്നേഹിച്ച ഖലീലുള്ള അള്ളാഹുവിന്റെ ആജ്ഞ മകനെ അറിയിച്ചു. എനിക്കേകിയല്ലോ നാഥൻ മകനെ, നിന്നെ ബലി തേടിടുന്ന കിനാവിനെ. അവനാണല്ലോ തന്നതും ജീവനെ, നിനക്കെന്തുണ്ട് പറയാനോമനെ. എനിക്കേകിയല്ലോ നാഥൻ മകനെ, നിന്നെ ബലി തേടിടുന്ന കിനാവിനെ. അവനാണല്ലോ തന്നതും ജീവനെ, നിനക്കെന്തുണ്ട്
നാം തിരിയണം, അതു റബ്ബിനു വേണ്ടിയാകണം. അതിലാണല്ലോ നമ്മുടെ ജീവിതം, എല്ലാം അല്ലാഹുവിന്റെ പരീക്ഷണം. എനിക്കേകിയല്ലോ നാഥൻ മകനെ. ആ പുത്രന്റെ മറുപടി അദ്ദേഹത്തിന്റെ മനസ്സിൽ അഭിമാനബോധവും ആത്മധൈര്യവും പകർന്നു. അനുസരണശീലനായ മകനിൽ നിന്ന് പ്രതീക്ഷിച്ച മറുപടി തന്നെ. മകനെയും കൂട്ടി മിനായിലേക്ക് അദ്ദേഹം നടന്നു നീങ്ങി. മനസ്സു നിറയെ അപ്പോൾ ചിന്തകളുടെ സംഘട്ടനമായിരുന്നു. ജീവനായ പൊന്നുമോ, ജീവിതം തന്നു പോറ്റും നാഥനോ, ആരു വേണം എനിക്കാരു വേണം, ഈ ക്ഷണിക ജീവിതത്തിലാരു വേണം. എന്നുമൻ ജീവനായ പൊന്നുമോ, ജീവിതം തന്നു പോറ്റും നാഥനോ, ആരു വേണം എനിക്കാരു വേണം, ഈ ക്ഷണിക ജീവിതത്തിലാരു വേണം. ബന്ധമേതും തുണക്കാത്ത നാളെയെന്ന ജീവിതത്തിൽ ബന്ധങ്ങൾ അന്വർത്ഥമാകണം. ബലിയായി ഞാൻ ഇന്ന് കുഞ്ഞിനെ നൽകുന്നു, അതിനല്ലോ റബ്ബ് തന്ന ശാസന, അതിനല്ലോ റബ്ബ് തന്ന ശാസന. ഇന്നുമൻ ജീവനായ പൊന്നുമോ, ജീവിതം തന്നു പോറ്റും നാഥനോ, ആരു വേണം എനിക്കാരു വേണം, ഈ ക്ഷണിക ജീവിതത്തിലാരു വേണം. ആശാനിരാശകളിൽ നാഥന്റെ കൈകളിലായി ജീവിതമേകുന്ന സ്വാത്വികൻ, ആത്യാഗ ജീവിതം റബ്ബിൽ പ്രിയങ്കരം, കുഞ്ഞിനെ ബലി വേണ്ട കൽപ്പന, അജമൊന്ന്
പകരമേകാൻ ശാസന ഇന്നുമൻ ജീവനായ പൊന്നുമോ ജീവിതം തന്നു പോറ്റും നാഥനോ ആരു വേണം എനിക്കാരു വേണം ഈ ക്ഷണിക ജീവിതത്തിലാരു വേണം എന്നുമൻ ജീവനായ പൊന്നുമോ ജീവിതം തന്നു പോറ്റും നാഥനോ ആരു വേണം എനിക്കാരു വേണം ഈ ക്ഷണിക ജീവിതത്തിലാരു വേണം وناديناه أن يا إبراهيم قد صدقت الرؤيا إنا كذلك نجزي المحسنين ഓ ഇബ്രാഹിം താങ്കളുടെ സ്വപ്നം താങ്കൾ സാക്ഷാത്കരിച്ചിരിക്കുന്നു നന്മ പ്രവർത്തിക്കുന്നവർക്ക് നാം ഇപ്രകാരം പ്രതിഫലം നൽകുക തന്നെ ചെയ്യും ഇസ്മായിലിന് പകരം ഒരു ആടിന് ബലി നൽകാൻ റബ്ബിന്റെ കൽപ്പനയുണ്ടായി. പരീക്ഷണങ്ങളിൽ മുഴുവൻ വിജയശ്രീ ലാളിതനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ജനങ്ങളുടെ മാതൃകാ പുരുഷനായി അള്ളാഹു പ്രഖ്യാപിച്ചു. തനിക്കേറ്റവും പ്രിയങ്കരനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനായി ഒരു ഭവനം പണിയണം. അള്ളാഹു നൽകിയ ആ കൽപ്പനയും അദ്ദേഹം യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്തു. വിശുദ്ധ കഅബ ജനകോടികൾക്ക് മാർഗദർശനമേകാൻ, തപ്ത ഹൃദയങ്ങൾക്ക് ശാന്തി പകരാൻ, വിശ്വാസികൾക്ക് ആത്മസായുജ്യം കനിഞ്ഞേകുവാൻ അതാ ആ വിശുദ്ധ മന്ദിരം. ആവേശമേകും ദൈവിക ഗീതം ഏകനാണി ലോകനാഥൻ എന്ന തൗഹീദിൻ ആശയം മറന്നു മാത്രം മോചനമന്ത്രം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. സാത്വികന്മാരമ്പിയാക്കൾ പൊരുതിയ ഹോരാത്രം സാർത്ഥകമായി തീർന്നിടുന്നതിനായി ഈ വാക്യം അതിന് സാക്ഷാത്കാരം നൽകാം തീർത്തതാം കർമ്മം ഓർക്കുക വേണം ഇബ്രാഹിം നബി ചെയ്തതാം ത്യാഗം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഓടിയെടുത്തും പാപവിമോചനം നൽകിടും സായുജ്യം നേടിടുവാനായി കോടികൾ പലതും അവർക്കു പല രാജ്യം. എല്ലാം ത്യജിച്ചു വന്നവർ ധരിച്ചതൊരു വേഷം അവരുടെ ചുണ്ടിൽ ഉയരും നല്ലൊരേയൊരു മന്ത്രം